ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പിക്ചർ ബൈബിൾ ക്വിസുമായിട്ടാണ്. തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് അനുയോജ്യമായ വ്യക്തി അല്ലെങ്കിൽ സന്ദർഭം ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇതാരാണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഹന്ന അമ്മച്ചിയാണ്. ഹന്ന അമ്മച്ചിക്ക് കുറേ കാലമായി മക്കളില്ലായിരുന്നു. അങ്ങനെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഹന്ന അമ്മച്ചിക്ക് ഒരു മകനെ കൊടുത്തു. ആ പൈതലിനെ ഹന്ന അമ്മച്ചി ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. എന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ശമുവേൽ ബാലനാണേ. എൻ്റെ അമ്മയായ ഹന്നയ്ക്ക് മക്കളൊന്നുമില്ലാതിരുന്നു. അങ്ങനെ അമ്മ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാണ് ദൈവം എന്നെ നൽകിയത്. അമ്മ എന്നെ ദേവാലയത്തിൽ തന്നെ സമർപ്പിച്ചു. അങ്ങനെ ദേവാലയത്തിൽ താമസിച്ചു വരുമ്പോൾ ഒരു ദിവസം ദൈവം എന്നെ ഉറക്കത്തിൽ 3 പ്രാവശ്യം ശമുവേലേ ശമുവേലേ എന്ന് വിളിച്ചു. ആ സംഭവമാണ് ഇത്. ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാൻ മോശയാണേ. ഞാൻ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മാതാപിതാക്കൾ എന്നെ ഒരു പെട്ടകത്തിലാക്കി നദിയിൽ ഒഴുക്കി വിട്ടു. എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയോ? ആ നാട്ടിലെ രാജാവ് 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊന്നുകളയണമെന്ന് കൽപ്പനയിട്ടു. അങ്ങനെ എന്നെ കൊല്ലാതിരിക്കാൻ വേണ്ടിയാ എൻ്റെ അപ്പനും അമ്മയും അങ്ങനെ ചെയ്തത്. ഏത് രാജാവാണോ കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് കൽപ്പനയിട്ടത്, ആ രാജാവിൻ്റെ മകള് തന്നെ നദിക്കരയിൽ വെച്ച് എന്നെ കാണുകയും എന്നെ എടുത്തു വളർത്തുകയും ചെയ്തു. ഇതാരാന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ അബ്രഹാം അപ്പച്ചനും സാറ അമ്മച്ചിയുമാണേ. അവർക്ക് 2 പേർക്കും വയസ്സായിട്ടും സ്വന്തമായി മക്കളില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ദൂതൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു മകനെ തരുമെന്ന്. അങ്ങനെ 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ഒരു മകനെ കിട്ടി. ഈ പിക്ചറിൽ എന്താണെന്ന് മനസ്സിലായോ? അബ്രഹാമിൻ്റെയും മകനായ ഇസഹാക്കിൻ്റെയും കഥയാണേ. അബ്രഹാം ദൈവത്തെ അനുസരിച്ചതും ഇസഹാക്ക് അപ്പനെ അനുസരിച്ചതുമായ സംഭവമാണ്. അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ദൈവം പറഞ്ഞു, നിന്റെ ഏക മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ. അങ്ങനെ അബ്രഹാം ഇസഹാക്കിനെയും കൂട്ടി മോറിയ മലയിൽ പോയി. അബ്രഹാം പറഞ്ഞതുപോലെ ഇസഹാക്ക് യാഗപീഠത്തിൽ കയറി കിടന്നു. അങ്ങനെ അബ്രഹാം കത്തിയെടുത്ത് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോയപ്പോഴത്തേനും ദൈവം പറഞ്ഞു, സ്റ്റോപ്പ്, ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ട, പകരം അവന് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ ഞാൻ കരുതിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത് കണ്ട ഒരാട്ടിൻകുട്ടിയെ ഇസഹാക്കിന് പകരം യാഗം കഴിച്ചു. ഞാനുണ്ടല്ലോ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണ്. എന്നെ തിന്നരുതെന്നാ ദൈവം പറഞ്ഞത്. പക്ഷേ പിശാച് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് ഹൗവ അമ്മച്ചിയുടെ മനസ്സ് മാറ്റി കടന്നു കളഞ്ഞു. അങ്ങനെ ഹൗവ അമ്മച്ചി എന്നെ പറിച്ചു കഴിച്ചിട്ട് ആദാമിനും കൊടുത്തു. അങ്ങനെ അവർ പാപം ചെയ്തത് കൊണ്ട് ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ സംഭവമാണിത്. ഞാൻ ഏത് മൃഗമാണെന്ന് മനസ്സിലായോ? ഞാനൊരു കഴുതയാണ്. ഞാൻ എൻ്റെ യജമാനൻ ചെയ്ത തെറ്റ് കാരണം എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു. ഞാനും യജമാനനും കൂടെ യാത്ര പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൂതൻ എതിരെ വന്നു. ദൂതനെ കണ്ടിട്ട് ഞാൻ 2 പ്രാവശ്യം വഴി മാറിപ്പോയി. 3ാമതും അങ്ങനെ ആയപ്പോൾ യജമാനൻ എന്നെ അടിച്ചു. അത് കാരണം ഞാൻ സംസാരിച്ചു. ആ സംഭവമാണ് ഇത്. ഇത് നമ്മുടെ നോഹ അപ്പച്ചനാണേ. ദൈവം പറഞ്ഞതുപോലെ ഭൂമിയിൽ മഴ കാരണം വെള്ളപ്പൊക്കം വന്നു. ആ സമയം നോഹ അപ്പച്ചനും കുടുംബവും കുറേ മൃഗങ്ങളുമായി ഒരു കപ്പലിൽ കയറി. എന്നിട്ട് വാതിലടച്ചു.
എന്നിട്ടോ മഴ നിന്നോന്നറിയാൻ വേണ്ടി ഒരു കാക്കയെ കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്തു വിട്ടു. ആ സന്ദർഭമാണിത്.